ഈസി ഓർക്കിഡ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നഫീസ റഹ്മത്തുള്ള. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈസി ഓർക്കിഡ്സിൽ ഇപ്പോൾ സെയിലിനുള്ള 400 രൂപയുടെ പലനോഫീസിൻ്റെ സെറ്റിങ്സ് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഈസി ഓർക്കിഡ്സിൽ 400 രൂപക്ക് കൊടുക്കുന്ന ഈ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഈ പ്ലാന്റ്സ് അപ്പോൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. കഴിഞ്ഞൊരു വീഡിയോയിൽ ഈസി ഓർക്കിഡ്സിലെ 300 രൂപക്ക് കൊടുക്കുന്ന ഈ പ്ലാന്റ്സ് ഞാൻ സെറ്റ് ചെയ്തായിരുന്നു. ആ സെറ്റ് ചെയ്ത പ്ലാന്റ്സ് ആണിത് കേട്ടോ. കണ്ട, അത് ഞാൻ അന്ന് ഇതുപോലത്തെ ചട്ടിയിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് പ്ലാന്റ്സിൻ്റെ കണ്ട ഗ്രോത്ത് കണ്ട, റൂട്ട്സുകളൊക്കെ നന്നായി പിടിച്ച് കണ്ട, നന്നായി പിടിച്ച് നല്ല പ്ലാന്റ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ സെറ്റ് ചെയ്യാൻ പോണത് ഇതുപോലത്തെ ചട്ടിയിലാട്ടോ. കണ്ട, സാധാരണ ചട്ടിയിൽ എല്ലായിടത്തും കിട്ടുന്ന ചട്ടിയിൽ. കാരണം ഇതുപോലത്തെ ചട്ടിയിൽ നമ്മളിവിടെ സെറ്റ് വെച്ചിട്ടുണ്ട് സെയിൽസിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു ഇങ്ങനത്തെ ചട്ടി എവിടുന്ന അവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ചട്ടിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അന്ന് ഞാൻ സെറ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ് കേട്ടത്. വീഡിയോ എടുത്തിട്ട് സെറ്റ് ചെയ്ത പ്ലാന്റ്സ് കണ്ട, റൂട്ട്സൊക്കെ നന്നായി പിടിച്ച് നല്ല ഇതിൽ ഗ്രോത്തിൽ വളർന്ന് വരുന്നുണ്ട്, സ്പൈക്കും വരാനായിട്ടുണ്ട് കേട്ടോ. ഇതാണ് കരി കേട്ടോ. കരി ഞാൻ സാധാരണ പറയാറുണ്ടല്ലോ, ഫംഗിസൈഡിലിട്ട നല്ല ക്ലീനാക്കിയ മരത്തിൻ്റെ കരി കേട്ടോ. ചവിരിയുടെ കരിയോ ചിരട്ടയുടെ കരിയോ ചെയ്യരുത്. എല്ലാവരും എപ്പോഴും സംശയം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആവർത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കരി നമ്മൾ ആദ്യം പോട്ടിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് വലിയ പോട്ടാണ്, കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ വിരലുകൾ ലീഫിൻ്റെ 2 സൈഡിലും പിടിച്ച് നമ്മളിതാ പ്ലാന്റ്സ് എടുക്കുന്നു കേട്ടോ. കുറച്ച് റൂട്ട്സൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചിങ്ങനെ തട്ടി അപ്പോൾ ഹോളിലേക്ക് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം അതിനൊന്ന് ഡാമേജ് ഇല്ലാണ്ടൊന്നും ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. പ്ലാന്റ്സ് കണ്ട, റൂട്ട്സൊക്കെ ഒന്നിനും കംപ്ലൈൻ്റ് ഒന്നുമില്ല കണ്ട. ഇത് അതിൻ്റെ പിടിച്ചിരിക്കുന്ന ചകിരിയുടെ പീസാണ്, അത് ഞാൻ കളയണില്ല. അങ്ങനെ പിടിച്ചിരിക്കണവരവിടെ ഇരുന്നോട്ടെ കണ്ട. ഇനി അടുത്തത് പ്ലാന്റ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കണ്, സെൻറ്ററിലായിട്ട് വെക്കുന്നു, പക്ഷേ ചെരിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് കരിയൊക്കെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ, കുറച്ചുകൂടി ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട്. കരിയൊക്കെ ഒന്നും കൂടി സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ചെടി ഇളകാതെ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഈ സൈഡിൽ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഇതേ ഉള്ളൂ കേട്ടോ. ഒന്നും പേടിക്കേണ്ട, കാരണം ഫ്രൂട്ട്സുകളൊക്കെ നല്ല ഹെൽത്തി ആണല്ലോ. പിന്നെ പ്ലാന്റ്സിനെ പറ്റി പിന്നെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒന്നും ചെയ്യേണ്ട. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സാഫ് പലനോഫീസിന്മേൽ തൊടണ്ട. പ്രത്യേകിച്ച് ഈസി ഓർക്കിഡ്സിൻ്റെ പ്ലാന്റ്സിന്മേൽ സാഫ് തീരെ അടിക്കരുത്. സൂഡാമോണസ് മാത്രം കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഗ്രോഡ മരുന്ന് ഫ്ലവറിങ്ങിന്, ഇതിനിപ്പോൾ ഫ്ലവറിങ്ങിനുള്ള കൊടുക്കാമല്ലോ. ഈ സീസണിൽ സ്പൈക്ക് വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഫ്ലവറിങ്ങിനുള്ള കൊടുക്കുക. അങ്ങനെയുള്ള പിന്നെ ജൈവവളം ഇപ്പോൾ കൊടുക്കരുത്, തീരെ കൊടുക്കരുത്. അപ്പോൾ സൂഡാമോണോസ് മാത്രം കൊടുക്കുക, സാഫ് കൊടുക്കരുത്. ഞാൻ പിന്നെയും പറയുകയാണ്, കാരണം ഇവർക്ക് നമ്മൾ തീരെ സാഫ് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്ലാന്റ്സ് ഇത്രയും നല്ല ഹെൽത്തിയിലിരിക്കുന്നത് കേട്ടോ. ഇത് ഈ ചട്ടിയിൽ ഇങ്ങനെ റൗണ്ട് പോട്ടിൽ സെറ്റ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ സെറ്റ് ചെയ്ത പ്ലാന്റ്സ് കണ്ട ഞാൻ ഒന്നുകൂടി കാണിക്കുന്നതാണ്. നല്ല റൂട്ട്സൊക്കെ വന്ന് ഇതേ സെയിം പ്ലാന്റ്സ് ആണ് കേട്ടോ. അത് 400 രൂപയുടെ സെയിം പ്ലാന്റ്സ് ആണ് ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ പ്ലാന്റ്സ് നമ്മളൊരു 3 ആഴ്ച മുന്നേ ഇതുപോലത്തെ പ്ലാന്റ്സ് ഇട്ടാൽ 300 രൂപയുടെ പ്ലാന്റ്സ് സെറ്റ് ചെയ്തതാണ് കണ്ട. അതിൻ്റെ ഗ്രോത്ത് ഒന്ന് കണ്ട് നമുക്ക് നല്ല നല്ല ഹെൽത്തി ആയിട്ട് റൂട്ട്സൊക്കെ വന്ന് നന്നായി വളരുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു, ഇഷ്ടമായി എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.